ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫാമിലിയിൽ നടന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ശേഷം ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രാഹുൽ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സിസ്റ്ററുടെ മോനാന്നോ മോളാന്നോ അറിയത്തില്ല, ചെറിയൊരു കുഞ്ഞ്. അപ്പോൾ ഇങ്ങനെ പോയാലും ഒരു വയസ്സിൽ താഴെയാണ് പ്രായം തോന്നിക്കുന്നത്. അപ്പം ആ ഒരു കുഞ്ഞിൻ്റെ അരിഞ്ഞാണം ഇടുന്ന ചടങ്ങോ എന്തോ ഒരു നൂൽകെട്ട് ചടങ്ങോ എന്തോ ഒരു ചടങ്ങാണ്. സന്തോഷകരമായിട്ടുള്ളൊരു ചടങ്ങാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് പങ്കുവച്ചിട്ടുള്ളത്. ആ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സിസ്റ്ററെ മേക്ക് ഓവർ ചെയ്തിട്ടുള്ള ആ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ പേജിലാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു 30 സെക്കൻഡ് 40 സെക്കൻഡ് വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട ആളുകൾക്കറിയാം. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പോലുമല്ല അത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തത്. ആ മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. അവരൊരു പരസ്യത്തിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഒരു ഭാഗമായിട്ട് അവർ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഒരു 1 മില്യണിൽ പുറത്ത് ആളുകൾ ആ വീഡിയോ കാണാനിടയുണ്ടായി. പിന്നെ അതിൽ കുരു പൊട്ടുന്ന കുറേ കമൻറ്റുകൾ, ആ പൊടി കുഞ്ഞിനെ വരെ ചേർത്തിട്ടാണ് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുവാട് ഇതിന് മാത്രം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? പുള്ളിയുടെ ഫാമിലിയെ വരെ ഇതിനകത്തോട്ട് വലിച്ചഴിക്കുന്ന രീതിയിൽ അമ്മയെ, അതുപോലെ പെങ്ങളെ, അളിയനെ, പെങ്ങളെ കുഞ്ഞിനെ, ഇവരെല്ലാവരും ചേർത്തിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് കമൻറ്റുകൾ എഴുതി കുരു പൊട്ടുന്ന രീതിയിൽ ഇട്ടേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻ്റ് ഇടുന്ന ഈ ആളുകൾ, നിങ്ങൾ അത്ര പെർഫെക്റ്റ് ആണോ? ഇത്രയും മോശമായിട്ട് ആ കുട്ടിയെ ഉൾപ്പെടെ ചേർത്ത് കമൻ്റ് ഇടുന്ന ആളുകൾ, നിങ്ങളെ വീട്ടിലുള്ള ആളുകൾ അത്ര പെർഫെക്റ്റ് ആണോ? നിങ്ങൾ പെർഫെക്റ്റ് ആണോ? ഇവിടെ തെറ്റുകൾ സംഭവിക്കും. മനുഷ്യരാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് തെറ്റുകൾ സംഭവിക്കും. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളാരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പം ഒരു കാര്യം വിട്ടുപോയി, ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ കമൻറ്റുകളൊക്കെ കുറച്ച് വായിച്ചാണ്. കാരണം വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമൻറ്റുകളല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മലയാളികളുടെ സംസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാഷ്ട്രീയപരമായിട്ട് നേരിടുന്ന പുള്ളി രാഷ്ട്രീയപരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്, വ്യക്തിപരമായിട്ടല്ല. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് കമൻ്റ് ഇടുക, വ്യക്തിപരമായിട്ട് എന്തിനാണ് ഇതുപോലെ ഉള്ള മോശ കമൻറ്റുകൾ ഇടുന്നത്? അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കുന്നത്, എന്തായാലും പുള്ളി ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയിൽ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ കിടക്കുന്നത്. പുള്ളി രാഹുൽ മാങ്കൂട്ടം തന്നെ ആ ഒരു വീഡിയോ എടുത്തങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. എന്നാടാ കുരു പൊട്ടൽ ക്രിമികളെ, നിങ്ങളങ്ങോട്ട് കുരു പൊട്ടി അങ്ങോട്ട് ഇട് കമൻ്റ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ രാഹുൽ തന്നെ അങ്ങോട്ട് അതിൻ്റെ ഒരു ഫങ്ഷൻ്റെ വേറൊരു വീഡിയോ, നല്ലൊരു വീഡിയോ രാഹുലിൻ്റെ പേജിലൂടെ തന്നെ എടുത്തങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുരു പൊട്ടുന്നവർക്ക് അങ്ങോട്ട് കുരു പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാലും ഞാനൊരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചു തരാം. അത്രയും മോശമായിട്ടുള്ള ആ കൊച്ചിനെയും കൂടെ ചേർത്തിട്ട് ഉള്ള കമൻറ്റുകളൊന്ന് ആലോചിച്ച് നോക്കി. പുള്ളിയെ രാഷ്ട്രീയപരമായിട്ട് പുള്ളിയുടെ കൂടെ എതിർപ്പുണ്ടെങ്കിൽ ആ രാഷ്ട്രീയപരമായിട്ടുള്ള കമൻറ്റുകളായിരിക്കണം ഇടേണ്ടത്. പുള്ളിയുടെ ഫാമിലിയെ പിടിച്ച്, അമ്മയും പെങ്ങന്മാരെയും ഇവരെയൊക്കെ പിടിച്ച് മോശമായിട്ട് കമൻറ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി. രാഹുൽ കുരു പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പങ്കുവച്ചിട്ടുള്ളൊരു ആ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ വേണം. കുരു പൊട്ടുന്നവർക്ക് ഇടയിലൂടെ കുറച്ചുകൂടെ കുരു പൊട്ടിക്കാനെ കൊണ്ട് ഇതുപോലുള്ള പോസ്റ്റുകൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, വീഡിയോസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താലേ കുരു പൊട്ടത്തുള്ളൂ. നിങ്ങൾക്ക് കണ്ടു പോകെ. എന്ത് മനോഹരമായിട്ടുള്ളൊരു ചടങ്ങാണല്ലേ. ആ ഒരു ചടങ്ങ് വീഡിയോസിൻ്റെ അടിയിൽ എന്ത് മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വന്നിരുന്നിട്ട് ഓരോ
വൃത്തികെട്ടവന്മാർ എഴുതി വിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഞാൻ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളുടെ ഇനി ആ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ, കുരു പൊട്ടി ഒലിക്കുന്ന കുറച്ച് കമൻറ്റുകൾ ഞാനിവിടെ വായിക്കാം. ഇതൊക്കെ നമ്മളെ മലയാളികളുടെ സംസ്കാരത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുള്ളിയുടെ ഇപ്പോൾ പുള്ളി കുറ്റക്കാരനല്ലെങ്കിൽ പുള്ളിക്ക് എന്തിന് പേടിക്കേണ്ട കാര്യം? പുള്ളിക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ കുരു പൊട്ടുന്ന ആളുകൾക്ക് കുരു പൊട്ടിക്കൊണ്ടേയിരിക്കും, അത് വേറെ കാര്യം. ഓക്കെ, എന്തായാലും ഞാൻ കമൻറ്റുകൾ വായിക്കുന്നില്ല. കാരണം കമൻറ്റുകൾ ഞാൻ വായിക്കാനെ കൊണ്ട് എടുത്തപ്പോഴത്തേക്ക്, കാരണം യൂട്യൂബിൻ്റേതായിട്ടുള്ള കുറച്ച് കമ്മ്യൂണിറ്റി ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം യൂട്യൂബിന് പോലും അത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട കമൻറ്റുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കടേ. പുള്ളിയെ പറഞ്ഞു, പക്ഷേ പുള്ളിയുടെ ഫാമിലി എന്തിനാണ് പറയുന്നത്? അവരൊക്കെ എന്തറിഞ്ഞിട്ടാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെയും കൂടി ഇതിലോട്ട് വലിച്ചടയ്ക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 2 പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. ഇവിടെ വായിക്കാം. സ്വന്തം ഭാഗത്ത് ഇപ്പം ജോബി തോമസ് പനമൂട്ടിൽ എന്ന് പറഞ്ഞ പുള്ളി ഇട്ടേക്കുന്നൊരു പോസ്റ്റാണ്. പുള്ളി എഴുതിയേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഭാഗത്ത് സത്യമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പൊതുമധ്യത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്കും തല ഉയർത്തി നിൽക്കാം. അല്ലേ? നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ്, ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ആര് നമ്മളെ കല്ലെറിഞ്ഞാലും തല ഉയർത്തി തന്നെ നമുക്ക്, സത്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ നിൽക്കുക തന്നെ ചെയ്യണം. അതിനെ ഒരുത്തിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തെ പോലെ വേട്ടയാടപ്പെടുന്നവർക്ക് ഒരു വലിയ പ്രചോദനം തന്നെയാണ് രാഹുൽ. ശരിയല്ലേ? വലിയ പ്രചോദനം തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, ആ ഒരു കുഞ്ഞിൻ്റെ രാഹുലിൻ്റെ സിസ്റ്ററുടെ കുഞ്ഞിൻ്റെ ഒരു മഹത്തായ, ഒരു മനോഹരമായിട്ടുള്ള, സന്തോഷമായിട്ടുള്ളൊരു ചടങ്ങ്, അതും രാഹുൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് കുരുപൊട്ടി കമൻറ്റുകൾ മൊത്തവും അത്രയും ഫ്രസ്ട്രേഷൻ തീർക്കുമെന്നൊക്കെ പറയുമല്ലോ, ആ ഒരു രീതിയിലുള്ള കമൻറ്റുകളാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സമൂഹത്തിന് മുമ്പിൽ തലയുയർത്തി നിന്നിട്ട് വീണ്ടും രാഹുൽ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് ന്യായമായിട്ടുള്ള ഉള്ളതുകൊണ്ടാണ്, തെറ്റില്ലാത്തത് കൊണ്ടാണ്. അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീതിപീഠത്തിന് ഇരക്കാത്തതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന്. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോഴും എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നതെന്ന്, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നത് എന്നൊക്കെ. അതിൻ്റെ ഉത്തരം രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യം അയാളുടെ ഭാഗത്താണ്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അത് ശരിവെക്കുന്നതുമാണ്. തെറ്റ് ചെയ്തവരെ കേരള സമൂഹം ഒറ്റപ്പെടുത്തുകയുള്ളൂ, ഒരിക്കലും ഇതുപോലെ ചേർത്ത് പിടിക്കില്ല. രാഹുലിന് സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അയാൾ എന്തിനു സമൂഹത്തെ പേടിക്കണം? ശരിയല്ലേ? എന്തിനും അയാൾ പേടിക്കണം? പേടിക്കേണ്ട ഒരു കാര്യമില്ല, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ വിഷുക്കണിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി വിഷു ആഘോഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രാജൻ ജോസഫ് വന്നിട്ട് വീഡിയോ ഇടുന്നുണ്ട്. രാഹുൽ വിഷു ആഘോഷിച്ച് ശരിയല്ല, രാഹുൽ അമ്മയെ വിഷുവിന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല, അമ്മയെ കാണിച്ച് ശരിയല്ല, പെങ്ങളെ കാണിച്ച് ശരിയല്ല, അളിയനെ കാണിച്ച് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജൻ ജോസഫ് വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അല്ല, പുള്ളി എന്ത് ചെയ്തിട്ടാണ് പുള്ളി ഇങ്ങനെ ക്രൂശിക്കുന്നത്? അല്ലേ? ഈ പോസ്റ്റിൽ പറഞ്ഞേക്കുന്ന കറക്റ്റാണ്. പുള്ളിക്ക് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി എന്തിനാണ് ഈ പേടിക്കുന്നത്? പുള്ളിയുടെ ഫാമിലിയെ പുള്ളി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്, സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഫാമിലിയെ പരിചയപ്പെടുത്തുന്നതിൽ പുള്ളി എന്തിനു പേടിക്കണം? പുള്ളിയുടെ തെറ്റില്ലെങ്കിൽ, അല്ലേ? ശരിയല്ലേ? ഇപ്പം അങ്ങനെയാണ് അതാ പറഞ്ഞത്, രാജൻ ജോസഫിനെ പോലെയുള്ള കുറേ നികൃഷ്ട ജീവികളുണ്ട് ഇതുപോലെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നത്. തെറ്റ് ചെയ്തവരെ കേരളം സമൂഹം ഒറ്റപ്പെടുത്തുകയുള്ളൂ, ഒരിക്കലും ഇതുപോലെ ചേർത്ത് പിടിക്കില്ല. ശരിയല്ല? എത്ര ആളുകളാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കുന്നത്, പുള്ളിയുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നത്? രാഹുലിന് സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അയാൾ എന്തിന് സമൂഹത്തെ പേടിക്കണം? ജനങ്ങൾക്ക് വേണ്ടി, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അയാൾ ശബ്ദിക്കട്ടെ. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും ഈ പറഞ്ഞിട്ടുള്ള മോശമായിട്ടുള്ള കമൻറ്റുകൾ ആളുകൾ കമൻ്റ് ഇടുന്നത് തന്നെ. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അയാൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ കുരു പൊട്ടിയ കുറേ ടീമുകൾ അയാളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയായി ആവട്ടെ, പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിയെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല. ഇപ്പോഴും പറയുന്നു അവൻ്റെ തിരിച്ചുവരവ് അതിവിദൂരമല്ല. തിരിച്ചു വരണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ
മനസ്സിലാക്കുന്ന ആളുകൾ വിചാരിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ്സൊക്കെ ഒരു സമയത്ത് എവിടെയോ കടന്ന യൂത്ത് കോൺഗ്രസ്സിനെയൊക്കെ എനിക്ക് തോന്നുന്നത് പിടിച്ചു കയറ്റിക്കൊണ്ട് വന്നതിൽ ഒരു വലിയൊരു പങ്ക് രാഹുൽ മാങ്കൂട്ടം വഹിച്ചിട്ടുണ്ട്. അതുപോലെ ചാനൽ ചർച്ചകളിൽ ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. ഓക്കെ, ഞാൻ സഫീർ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നുണ്ട്, അതും കൂടെ ഞാൻ ഇവിടെ വായിക്കാം. കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വ്യക്തമാണ്, വി ഡി സതീശനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. വി ഡി സതീശന് നല്ലൊരു നേതാവാണ്. പക്ഷേ വി ഡി സതീശൻ്റെ ഒരു കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. വി ഡി സതീശൻ എടുത്തേക്കുന്ന ഈ ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് ബാക്കിയൊക്കെ ഓക്കെയാണ്. പുള്ളി കുറച്ച് കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയി ഭരണം കൊണ്ടുപോകാൻ അത്യാവശ്യം കേപ്പബിളായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. കഴിവും ചിന്താത്മകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വി ഡി സതീശനുണ്ട്, അത് വേറെ കാര്യം. പുള്ളി ഒരു അഡ്വക്കേറ്റാണ്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ എടുത്തേക്കുന്ന നിലപാട് 100% തെറ്റിപ്പോയി എന്നേ ഞാൻ പറയൂ. എവിടെയോ കിടക്കുന്ന ആർക്കോ വേണ്ടിയിട്ട് എടുത്തൊരു തീരുമാനം എന്നേ ഞാൻ പറയൂ. ആർക്കാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ബാക്കിയും കൂടെ ഞാൻ വായിക്കാം. തളർന്നു പോയ ഒരു പ്രസ്ഥാനത്തെ നെഞ്ചുറപ്പോടെ മുന്നിൽ നിന്ന് നയിച്ച് വിജയങ്ങൾ ഒന്നൊന്നായി കൊയ്തെടുക്കുന്ന സതീശൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഭരണകൂടം ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന രാഹുലിൻ്റെ പക്വതയാർന്ന നിലപാടുകൾ. ഇപ്പോൾ ഈ പുള്ളിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് വരെ വ്യക്തിപരമായിട്ട് പുള്ളി ഒരു കാര്യങ്ങളും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. എല്ലാം രാഷ്ട്രീയപരമായിട്ടാണ് പുള്ളി നേരിടുന്നത്. ഒരാളെയും വ്യക്തിപരമായിട്ട് പുള്ളി അറ്റാക്ക് ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇവരെ തകർക്കാൻ നോക്കുന്നവരുടെ ഓരോ നീക്കവും ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ ഊർജ്ജമാവുകയാണ്. സമരമുഖത്തെ വീര്യവും പക്വതയും കൈകോർക്കുമ്പോൾ തോൽക്കുന്നത് അധികാരത്തിൻ്റെ അഹങ്കാരമാണ്. സഖാക്കളുടെ പേടി സ്വപ്നമായി ഇവർ ഇനിയും തുടരട്ടെ. അപ്പം എന്തായാലും പുള്ളിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ, എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അപ്പം എന്തായാലും ആ ഒരു വീഡിയോ പങ്കുവെച്ചതിൽ ഇത്രയും മോശമായിട്ടുള്ള കമൻസുകൾ ഇടുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. നിങ്ങൾ പെർഫെക്റ്റ് ആണോ? നിങ്ങളെ ഫാമിലിയിലുള്ള ആളുകൾ പെർഫെക്റ്റ് ആണോ? നാളെ അവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്ക് അവരെയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇട്ട് അവരെയും കല്ലെറിയുമോ? അവരും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ നിരപരാധിയാണെങ്കിൽ തന്നെ, അല്ലെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ തെറി വിളിക്കൂ, കുത്തുവാക്കുകൾ പറയൂ? ഒന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും സംഭവിക്കും. അപ്പം എന്തായാലും നിങ്ങളെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ കുരുപൊട്ടി കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കുരുപൊട്ടി കമൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ